പറയട്ടെ? Are you ready? Yes. Your first word is basket. Basket. Godwin, എഴുതുന്നില്ലേ മോനെ? പുസ്തകം എടുത്തില്ലേ? Okay. Basket. Godwin. Basket. കഴിഞ്ഞോ? ശ്രീഷ്ണ എഴുതുന്നില്ലേ മോളെ? എന്താണ് മോനെ ഇഷാൻ? പെൻസിൽ പൊട്ടി പൊട്ടി പോകുന്നു. അതെ അല്ലേ? then അഭിരാമി എഴുതിയോ മോളെ? ഇല്ല അല്ലേ? ഓക്കെ then എഴുതുക ബാസ്കറ്റ്. എത്ര പേര് ഫിനിഷ് ചെയ്തു? കുറെ പേര് എഴുതി അല്ലേ? ഓക്കെ ദേവപ്രിയ ഒക്കെ എഴുതി. സമജ്ഞ, ഗൗരി നന്ദ ചെയ്തോ മോളെ? ഫിനിഷ് ചെയ്തോ? യെസ്. ഓക്കെ ഗുഡ്. ഓക്കെ then next word പറയട്ടെ? Fingers. Your second word is fingers. ധ്യാൻ എഴുതിയോ? ധ്യാൻ. ഓക്കെ ഓക്കെ then your third is stomach. Stomach. കഴിഞ്ഞോ? ഓക്കെ then neck. neck. മുഹമ്മദ് സാദ് വീഡിയോ ഓൺ ചെയ്തേ മോനെ. അയോൺ സബിൻ.
Then കഴിഞ്ഞോ? ഫിനിഷ് ചെയ്തോ? Yes. Okay, then bag. Bag. നെക്സ്റ്റ് പറയട്ടെ. ഡ്രം. ഡ്രം നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു അല്ലേ? നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ചെയ്തില്ലേ? ഡ്രം, ഡ്രംസ് നമ്മൾ ചെയ്തല്ലോ. എത്ര വേർഡ്സ് ആയി ഇപ്പോ? Six. Okay, then head. Head. Head എഴുതിയോ? Yes. Okay. Head എഴുതുക. Head. Okay. കഴിഞ്ഞോ? Then last word knee. കഴിഞ്ഞോ? ഓക്കെ, എല്ലാവരും എഴുതിയല്ലേ? പിന്നെ എന്ത് ചെയ്യാ? ക്ലാസ് കഴിഞ്ഞിട്ട് മിസ്സിന് നേരത്തെ ചെയ്തു തന്ന പോലെ സെൻഡ് ചെയ്ത് തരിക. എന്താണ് മോനെ ആരോമൽ? ബാസ്കറ്റ്, stomach, then fingers, neck, bag, neck, drum, head, knee. Drum, head. Okay. Okay. ഓർഡർ ഒക്കെ തെറ്റിപ്പോയാലും കുഴപ്പമില്ല, നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതുന്ന വേർഡ്സ് എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് എഴുതുക. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? മിസ്സിന് സെൻഡ് ചെയ്ത് തരുക. ഓക്കെ, അലോൺ എഴുതിയില്ലേ മോനെ? എന്താണ്? ഓക്കെ, അപ്പൊ എല്ലാവരും എഴുതിയില്ലേ? ദെൻ നമ്മള് നിങ്ങളുടെ ഇപ്പൊ എഴുതിയത് ക്ലോസ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഇംഗ്ലീഷിൽ കുറച്ച് വേർഡ്സ് ഒക്കെ എഴുതി അല്ലേ? ലാസ്റ്റ് എന്താണ്? 2 വേർഡ്സോ മറ്റോ നമ്മൾ എഴുതാൻ
ബാക്കിയുണ്ട് അല്ലേ 2 വേർഡ്സ് പറയാൻ വേണ്ടി ഇല്ലേ? ബാക്കിയൊക്കെ നമ്മൾ ചെയ്തില്ലേ? എന്താണ് മോള് ഭവിക? ഏതാണ് ബാസ്കറ്റ് കഴിഞ്ഞിട്ട് ഫിംഗേഴ്സ് തന്നെയല്ലേ? ഏതാണ് മോളെ അഭിരാമി എഴുതിയിട്ടുള്ളത്? ബാസ്കറ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വേർഡ് ഏതാണ്? ഫിംഗേഴ്സ്. ഫിംഗേഴ്സ് ആണ് കേട്ടോ ഭവിക. എന്താണ് പ്രോബ്ലം? എഴുതിയിട്ടില്ലേ? ഓക്കെ, ഓർഡർ ഒക്കെ കുറച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും പ്രോബ്ലം ഇല്ല. എഴുതിയത് എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് ആയിരിക്കണം എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് നേരത്തെ പേജ് നമ്പർ 15 എന്താണ് 3 വരെയാണെന്ന് തോന്നുന്നു അല്ലേ നമ്മൾ എഴുതിയത്. അത് കഴിഞ്ഞിട്ട് 2 വേർഡ്സ് കൂടി ഉണ്ട് നമ്മൾ എഴുതാൻ വേണ്ടി. നോക്കാം അല്ലേ ഇനി അത് ഏതൊക്കെ വേർഡ്സ് ആണെന്ന്. 3 വരെ നമ്മൾ എഴുതി അല്ലേ? 3 ആണ് ലാസ്റ്റ് നമ്മൾ എഴുതിയ വേർഡ്. ദെൻ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതെന്താ വായിക്കുക? അയോൺ എന്നാ വായിക്കുക അല്ലേ? അയോൺ 7 ആണോ ഇത്? ആണോ? ഇതിന്റെ മുമ്പിൽ എന്ത് എഴുതണം നമ്മള്? ആ പിക്ചറിലുള്ള അതിന്റെ പേര് എഴുതണം അല്ലേ? എന്താണ് അത് മോളെ അഭിരാമി? അത് എന്ത് പിക്ചറാണ്? എന്താണിത്? നമുക്കെല്ലാം അറിയാമല്ലോ. നിങ്ങളുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണല്ലോ അത്. ആ, ക്രയോൺ ആണല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് എഴുതേണ്ടത്? CR അല്ലേ? ക്രയോൺ. അവിടെ എന്ത് എഴുതുക? CR എന്ന് എല്ലാവരും എഴുതുക. ക്രയോൺ എഴുതിയിട്ടുണ്ടാവും അല്ലേ? എഴുതാത്തവരെന്ത് ചെയ്യുക? ഇപ്പൊ എഴുതുക. ക്രയോൺസ് ഇഷ്ടമല്ലേ എല്ലാവർക്കും? നിങ്ങളുടെ ഒക്കെ അടുത്ത് ഉണ്ടാവും അല്ലേ? ക്രയോൺസ് ഒക്കെ എല്ലാവരുടെ അടുത്ത് ഉണ്ടാവും അല്ലേ മോളെ അഭിരാമി? ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ അല്ലേ? ലാസ്റ്റ് എന്താണ്? ഇനി ഒന്നുകൂടെ നമ്മൾ എഴുതാനുള്ളൂ. ഇങ്ങനെ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അവിടെ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ആ പിക്ചറിൽ കാണുന്നത് എന്താണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. സോ ആ പിക്ചറിലുള്ളത് എന്താണ് എന്ന് നമുക്ക് നോക്കാം അല്ലേ? എന്താണ് മോളെ പാർവണ? ഇതെന്താണ്? ഗ്രീൻ അല്ലേ? അപ്പൊ ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് നമ്മൾ അവിടെ എഴുതേണ്ടത്? GR അല്ലേ? ഗ്രീൻ. അപ്പൊ നമ്മൾ ഫിനിഷ് ചെയ്തു അല്ലേ? എല്ലാം നമ്മൾ ചെയ്തു. ഫസ്റ്റ് നമ്മൾ ചെയ്തത് ഡ്രം ആണ്. UM അവിടെ കൊടുത്തിട്ടുണ്ട്. DR നമ്മൾ ആഡ് ചെയ്തു. DRUM ഡ്രം. Then second STAR star. Then flower FLOWER. Then swan SWAN. Then clock CLOCK. Next spoon SPOON. നെക്സ്റ്റ് എന്താണത്? ബ്ലാക്ക് ആണല്ലേ? ബ്ലാക്ക് കളർ BLACK ബ്ലാക്ക്. ദെൻ എന്താണ്? അവിടെ ഒരു കുറെ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് അല്ലേ? ഫ്രൂട്ട്സ് FRUITS
എസ് ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ ഫ്രൂട്ട്സ് ആണ് അതിലുള്ളത്. ദെൻ ബ്രഷ് BRUSH ബ്രഷ്. ദെൻ ട്രീ TREE. നെക്സ്റ്റ് ക്രയോൺ CRAYON ക്രയോൺ. ലാസ്റ്റ് ഉള്ളത് ഗ്രീൻ. ഗ്രീൻ കളർ ആണ് അല്ലെ. GREEN ഗ്രീൻ. ഗ്രീൻ. ഓക്കെ. അപ്പൊ നമ്മള് അത് മുഴുവൻ ഫിനിഷ് ചെയ്തു. ദെൻ ബാക്കിയുള്ളത് എന്താണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. AY വേർഡ്സ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ. സം വേർഡ്സ് എൻഡ് വിത്ത് AY നെക്സ്റ്റ് പേജിൽ. അത് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. നമ്മുടെ ടൈം ഇപ്പോൾ കഴിയാൻ വേണ്ടി പോവാണ്. സോ അത് എന്ത് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അല്ലേ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ ഏതൊക്കെ വേർഡ്സ് ആണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞത് നെക്സ്റ്റ് 10 വേർഡ്സ് അല്ലേ. ഡ്രൈവർ വരെ നമ്മൾ ഇന്ന് എഴുതി. അത് കഴിഞ്ഞിട്ടുള്ള 5 വേർഡ്സ് അത് കഴിഞ്ഞിട്ടുള്ള 5 വേർഡ്സ് ആണ് നമ്മൾ ഇന്ന്. ബ്രൂം, ബ്രഷ്, ബ്രൗൺ, ഡ്രോ, ഡ്രൈവർ ഇത്രയും എഴുതി അല്ലേ. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡ്രം, ഫ്ലവർ, ഫ്ലാഗ്, ഫ്ലൈ ആൻഡ് സ്റ്റാർ ഇത്രയും വേർഡ്സ് ആണ് പഠിക്കേണ്ടത് അല്ലേ. 5 വേർഡ്സ് അല്ലേ. ഓക്കെ. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. എല്ലാവരും ഡിറ്റേഷൻ എഴുതിയത് മിസ്സിന് സെൻഡ് ചെയ്ത് തരിക. ആൻഡ് ഓക്കെ ബൈ ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ. ഓക്കെ ബൈ.